സ്ക്രൈബസിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും ഇമേജ് ആഡ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ പുതിയ ഫയൽ എടുക്കുകയാണ്. സിംഗിൾ പേജാണ് എടുക്കുന്നത്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ സിംഗിൾ പേജ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സൗകര്യത്തിനായിട്ട് ഇതിനെ ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം ഈ ടൂൾ ബോക്സിൽ നിന്നും ഇമേജ് ഫ്രെയിം എടുക്കുക. ഇത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ഈ ടൂൾ ബോക്സ് കാണുന്നത് ഇവിടെ ആയിരിക്കും, മുകളിലായിരിക്കും കാണുന്നത്. വേണമെങ്കിൽ നമുക്കിതിനെ നീക്കി ഇങ്ങോട്ട് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുക്കുക. ഇമേജ് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഈ കാണുന്നതാണ് ഇമേജ് ഫ്രെയിം. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനെ രണ്ട് ക്രോസ് ചെയ്ത ഇൻറ്റു മാർക്ക് പോലെ ക്രോസ് ചെയ്ത വരകൾ കാണും. ഇതിൽ ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നതിന് ശേഷം കണ്ടൻറ്റ് ഗെറ്റ് ഇമേജ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇമേജ് എവിടെയാണോ കിടക്കുന്നത് അത് കണ്ടെത്തി അതിൽ നിന്ന് ആ ഇമേജ് എടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇനി ഈ ഇമേജിനനുസരിച്ച് ഫ്രെയിമിനനുസരിച്ച് ഇമേജോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇമേജ് എന്നതിൽ അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം കൊടുക്കുക. അപ്പോൾ ഇമേജിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇമേജിനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കി വയ്ക്കാം. എവിടെയാണോ വേണ്ടത് അവിടെ നീക്കി വയ്ക്കാം. ഇങ്ങനെയാണ് ഇമേജ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇമേജ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇമേജ് കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടി ഈ ഷേപ്പ് എന്നുള്ളതിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇവിടെ ഡീഫോൾട്ട് ഷേപ്പൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു സർക്കിൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം സർക്കിൾ ഇങ്ങനെ വരച്ചു. ഈ സർക്കിളിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺവേർട്ട് ടു ഇമേജ് ഫ്രെയിം എന്ന് കൊടുക്കുക. അതായത് ഈ സർക്കിളിനെ നമ്മൾ ഇമേജ് ഫ്രെയിമായി കൺവേർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ഇമേജ് ഫ്രെയിം ആയിട്ടുണ്ട്. ഈ ക്രോസ് ചെയ്തിരിക്കുന്നത് ഇമേജ് ഫ്രെയിമിൻ്റേതാണ്. ഒന്നുകിൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടൻറ്റ് ഗെറ്റ് ഇമേജ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. നേരത്തെ ഗെറ്റ് ഇമേജ് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഡബിൾ ക്ലിക്ക് ചെയ്ത് പുതിയ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇമേജിനെ എടുക്കാം. ഗ്രൗണ്ട് തന്നെ എടുക്കുന്നു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമേജിനെ അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് കൊടുത്തു. അതിനുശേഷം ഇമേജിൽ അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് എന്ന് കൊടുത്തു. അപ്പോൾ ആ ഇമേജ് ആ ഫ്രെയിമിൻ്റെ വലിപ്പം അനുസരിച്ച് മാറുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ഷേപ്പുകളിൽ ഇമേജ് കൊണ്ടുവരാൻ സാധിക്കും. അടുത്തത് ടെക്സ്റ്റ് കൊണ്ടുവരുന്നതാണ്. അതിനുവേണ്ടി ടി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. ഡ്രാഗ് ചെയ്ത് വരച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ടെക്സ്റ്റ് ഫ്രെയിമിൽ അതൊന്നുകൂടെ പറയാം. ഇനി ടെക്സ്റ്റ് ഫ്രെയിം എടുക്കണമെങ്കിൽ നമ്മൾ പുറത്തോട്ടൊന്ന് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്ത് ഈ ലൈനിലേക്ക് കൊണ്ടുവന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിങ്ങനെ ചെറിയ ഡോട്ടുകൾ വരുമ്പോൾ നോഡുകൾ വന്നു കഴിഞ്ഞാൽ അത് ആക്റ്റീവായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെച്ചൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ആണെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാതെ വരും. എന്തായാലും ഞാനിത് ഒന്ന് ടൈപ്പ് ചെയ്യാം. ദിസ് ഈസ് സ്ക്രൈബസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക? ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് പതുക്കെ ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് കാണില്ല. ഇത് ഞാൻ നേരത്തെ എടുത്തതുകൊണ്ടാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഇല്ലെങ്കിൽ വിൻഡോസിൽ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടീസ് അവിടെ കിട്ടും. അതിനുശേഷം അതിൽ നമുക്ക് ടെക്സ്റ്റ് മാറ്റാനായിട്ട് ഇതിലേതാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ വലിപ്പം കൂട്ടണം. അപ്പോൾ ഇവിടെ ഫോണ്ടിൻ്റെ വലിപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ആ വലിപ്പം ഇങ്ങനെ കൂട്ടാൻ സാധിക്കും. ഇനി ഞാൻ ഇതിനെ തന്നെ ഒന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ലെറ്റേഴ്സ് ഇതിനകത്തേക്ക് കൊടുക്കുകയാണ്. അത് പറഞ്ഞ് തരാൻ വേണ്ടിയാണ്, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചേറെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ടെക്സ്റ്റ് ഇതിനകത്തേക്ക് കൂടുതൽ ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ്. അപ്പോൾ ഇനി
ഇവിടെ നമുക്ക് ഈ വരികളെല്ലാം അടുത്തടുത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, വരിയുടെ സ്പേസ്, ലൈൻ സ്പേസിങ് മാറ്റാനായിട്ട് ഈ ഫോണ്ട് സൈസ് മാറ്റിയതിൻ്റെ തൊട്ട് താഴെ ലൈൻ സ്പേസിംഗ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ സ്പേസ് മാറി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ലൈനുകൾ തമ്മിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത കുറേ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു, കുറേ വാക്കുകളുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇൻറ്റു മാർക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇതിനകത്ത് കാണാൻ പറ്റാതെ ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം ഇതിൽ തന്നെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അതിനെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. ഒന്നുകിൽ നമ്മളത് വെളിയിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്ത് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ ലെറ്റേഴ്സ് എല്ലാം അതിനകത്ത് തന്നെ നിൽക്കും. എന്നിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് കിടക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും നിൽക്കുന്നില്ലെങ്കിൽ അടുത്ത പേജിലേക്ക് നമുക്കിതിനെ മാറ്റേണ്ടി വരും. അപ്പോൾ അടുത്ത പേജിലേക്ക് മാറ്റാനായിട്ട് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇത് സെലക്ഷനിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ റെഡായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കഴ്സർ കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുമ്പോൾ തന്നെ എഴുതി കാണിക്കും ഓവർഫ്ലോ ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് കാണാൻ സാധിക്കും. അത്രയും ലെറ്റർ എന്താണോ മിച്ചം തരുന്നത് അത്രയും ലെറ്റർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി എവിടെയാണോ നമുക്കിത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അത്രയും നമ്മളെടുത്ത അത്രയും ഭാഗം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ലെറ്റേഴ്സൊക്കെ ഉണ്ട്, കുറേയൊക്കെ ടൈപ്പ് ചെയ്തതുണ്ടെങ്കിൽ അടുത്ത പേജിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഇതേപോലെ എടുക്കാൻ സാധിക്കും. അടുത്ത് മലയാളം ടൈപ്പ് ചെയ്ത് നോക്കാം. അതിനായി ടെക്സ്റ്റ് ഫ്രെയിം എടുക്കുന്നു. അത് വരച്ചതിന് ശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ലാംഗ്വേജ് മാറ്റണം. ഇംഗ്ലീഷിനെ മലയാളം എന്ന് മാറ്റി മലയാളം ലാംഗ്വേജ് ആക്കിയതിന് ശേഷം ഇവിടെ ഞാൻ സ്ക്രൈബസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോണ്ട് ഏതെങ്കിലും ഒരു മലയാള ഫോണ്ട് മാറ്റി കൊടുക്കണം. ഏത് ഫോണ്ടാണോ വേണ്ടത് അത് മാറ്റുക. ഞാനിവിടെ ദേശാഭിമാനി മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ സ്ക്രൈബസ് എന്ന് വന്നു കഴിഞ്ഞ് ഇനി അതിനെ നമുക്കൊന്ന് വലുതായിട്ട് കാണാനായി അതിൻ്റെ ഫോണ്ടിൻ്റെ വലിപ്പം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സ്ക്രൈബസ് എന്ന് വന്നിട്ടുണ്ട്. ആദ്യം ലാംഗ്വേജ് മാറ്റുക. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ ചതുര കട്ടകളായിട്ടായിരിക്കും കാണുന്നത്. അതിനെ സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഫോണ്ട് മാറ്റുക, മലയാളം ഫോണ്ട് മാറ്റുക. ഇങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഇനി നമുക്കാവശ്യമായ ഡിസൈനൊക്കെ ചെയ്യാനായി ഇവിടെ ഈ ഒരു നക്ഷത്രത്തിൻ്റെ ചിത്രമുണ്ട്, പോളിഗണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പോളിഗൺ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ പോളിഗൺ വന്നു. ഇനി നമുക്ക് ഈ പോളിഗണിനെ എഡിറ്റ് ചെയ്ത് അതിൻ്റെ നോഡുകൾ മാറ്റിക്കഴിഞ്ഞാൽ പല ആകൃതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി അതിൻ്റെ ഷേപ്പിലേക്ക് പോവുക. ആ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നുള്ളത് കാണും. അപ്പോൾ ഈ ഷേപ്പ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ XYZ എന്ന് എഴുതിയിരിക്കുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഷേപ്പ് കിട്ടും. എന്നിട്ട് ആ ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് എന്ന് കാണും. ആ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോളിഗൺ പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഇതിൻ്റെ കോർണേഴ്സ് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഞാനിതിൽ 5 എന്ന കോർണർ കൊടുത്തപ്പോൾ 5 വശങ്ങൾ വന്നു. 6, 7, 8 ഇങ്ങനെ നമുക്ക് എത്ര കോർണർ വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിൽ അപ്ലൈ ഫാക്ടറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫാക്ടർ ഇന്നർ റൊട്ടേഷനോ അതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ പല രൂപത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. പൂക്കളുടെ ആകൃതിയിലും ഒക്കെ നമുക്ക് ഇതിനെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്നിട്ട് ഇതിൽ കളർ കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയുള്ള പല ഷേപ്പുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിൽ കളർ കൊടുത്താൽ മതി. കളർ കൊടുക്കാൻ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതിലൊന്നുകൂടെ പറയാം. കളേഴ്സ് എടുക്കുക. അതിനുശേഷം സോളിഡ് വേണമെങ്കിൽ സോളിഡ് എടുക്കാം, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എടുക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി, കളർ വരും. ഇനി ഇതിൻ്റെ സ്ട്രോക്ക്, അതായത് ഔട്ട്ലൈൻ വേണ്ടെങ്കിൽ സ്ട്രോക്ക് സെലക്ട് ചെയ്യുക, നൺ കൊടുക്കുക. ഫില്ല് സെലക്ട് ചെയ്തിട്ട് വേണം അടുത്ത് നമുക്ക് ഗ്രേഡിയൻ്റ് കൊടുക്കാൻ. അത് ശ്രദ്ധിക്കണം, ഫില്ലാണ് ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത്. ഗ്രേഡിയൻ്റ് എടുത്തു, അതിലിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കളർ തൊട്ട് താഴെ കളർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മറു സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നു, വീണ്ടും കളർ മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള കളറൊക്കെ
മാറ്റാൻ സാധിക്കും. ബാക്കി കൂടുതൽ കളർ കൊണ്ടുവരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക.